ജമ്മു കാശ്മീര്, തെക്കേ അറ്റം തമിഴ്നാട്. നമുക്കറിയാം നമ്മൾ ഏകദേശം താഴെയായിട്ടാണ് ഇവിടെയാണ് ഏകദേശം തമിഴ്നാട് വരുന്നത്. അപ്പൊ തെക്കേ അറ്റം തമിഴ്നാട്, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ഏത്? പൊങ്കൽ. പൊങ്കൽ ഉത്സവ നാടാണ്. പിന്നെ കിഴക്ക് ഭാഗം അരുണാചൽ. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്? അരുണാചൽ പ്രദേശ് വരും നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട്. അതാണ് ചുവന്ന മലയുടെ സംസ്ഥാനം. അപ്പൊ ഇപ്പൊ തന്നെ അത് നോട്ട് ചെയ്ത് പോവുക. ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പൊ ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്. ഇനി ഗാന്ധി ജനിച്ചൊരു ഗുജറാത്ത് പടിഞ്ഞാററ്റത്താണല്ലോ. നമുക്കറിയാം ഗുജറാത്ത് എന്ന് പറയുന്നത് ഇതാണ്, ഏകദേശം ആ വായൊക്കെ പൊങ്ങിയിരിക്കുന്ന പോലെ. നമ്മൾ ഇന്ത്യയുടെ മാപ്പൊക്കെ വരച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഏകദേശം അറിയാം എവിടെയൊക്കെയാണ് ഇതൊക്കെ കിടക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മുടെ പടിഞ്ഞാററ്റത്തുള്ളത് നമ്മുടെ ഗുജറാത്ത്. ഗാന്ധി ജനിച്ച നമ്മുടെ പോർബന്ദർ എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പൊ ഗാന്ധി ജനിച്ചൊരു ഗുജറാത്ത് പടിഞ്ഞാററ്റത്താണല്ലോ. അപ്പൊ ഏകദേശം ജസ്റ്റ് ഒരു 4 ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് ഇവിടെ നമ്മുടെ ആ ഒരു കവിതയില് പറഞ്ഞിട്ടുണ്ട്. വടക്കുള്ള ജമ്മു കാശ്മീര്, പിന്നെ നമ്മുടെ തെക്ക് തമിഴ്നാട്. തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് എന്ത്? പൊങ്കല്. പിന്നെ ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? അരുണാചൽ പ്രദേശ്, അത് കിഴക്ക്. പിന്നെ നമ്മുടെ പടിഞ്ഞാറ് നമ്മുടെ ഗാന്ധിജി ജനിച്ച ഗുജറാത്ത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള 4 സ്റ്റേറ്റ്സിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. കവിതയിൽ എന്തെല്ലാമാണ് സൂചിപ്പിക്കുന്നത്? ഏതെല്ലാം സംസ്ഥാനങ്ങൾ? കണ്ടെത്തി എഴുതൂ. ഇന്ത്യയിൽ വേറെയും സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവ ഏതെല്ലാമാണ്? ഇവിടെ ഒരു 4 സ്റ്റേറ്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നമുക്കറിയാം ഇന്ത്യയിൽ മൊത്തം എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇപ്പൊ നിലവില്? 28 സംസ്ഥാനങ്ങളും പിന്നെ എന്താണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതായത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അത് മാറ്റങ്ങൾക്കെല്ലാം വിധേയമായി. നമുക്കറിയാം വർഷങ്ങൾ ഈ 2010 2019 ആ ഒരു സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വന്ന് സംസ്ഥാനങ്ങൾ കുറഞ്ഞു, പിന്നെ സംസ്ഥാനങ്ങളുടെ എണ്ണം കുറഞ്ഞു, പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം കൂടി. അങ്ങനെയൊക്കെ വന്ന് ഇപ്പൊ നിലവില് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ കളറിലും. നമ്മുടെ കേരളം താഴെ കിടപ്പുണ്ട്, തൊട്ടപ്പുറത്തെ തമിഴ്നാട്. നോക്കി നമ്മൾ ഇന്ന് സൂചകങ്ങളൊക്കെ അന്ന് ദിക്കുകളുടെ പാഠത്തിൽ തന്നെ പഠിച്ചായിരുന്നു. നോക്കി അന്താരാഷ്ട്ര അതിർത്തിയെ സൂചിപ്പിക്കുന്ന ഇത്, സംസ്ഥാന അതിർത്തിയെ സൂചിപ്പിക്കുന്ന ചെറിയൊരു വര, പിന്നെ സംസ്ഥാന തലസ്ഥാനം, ദേശീയ തലസ്ഥാനം, അതിനെല്ലാം സൂചിപ്പിച്ചുകൊണ്ടുണ്ട്. നമ്മുടെ ദേശീയ തലസ്ഥാനം, നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹി. അത് കണ്ടോ, നല്ലൊരു ഇച്ചിരൂടെ വലുതായിട്ടൊരു വട്ടത്തിന്റെ അകത്ത് സൂചക അന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൂപടം. പിന്നെ നോക്കിയാൽ ഇന്ത്യൻ മഹാസമുദ്രം, പിന്നെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രമുള്ള അതേതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇത് ഏത് ഭാഗമായിട്ട് വരും? അതായത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന ഏതാ? ബംഗാൾ ഉൾക്കടലും, പിന്നെ നമ്മുടെ തെക്ക് പടിഞ്ഞാറായിട്ട് വരുന്നത് അറബിക്കടലും. അപ്പൊ അറബിക്കടലിലാണ് ലക്ഷദ്വീപ് ഉള്ളത്. ഇതൊക്കെ ആ ഒരു ജസ്റ്റ് മാപ്പിന്റെ അകത്ത് തന്നെ നോക്കി നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഓരോ സംസ്ഥാനങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ചല്ലോ. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ കണ്ടായിരുന്നു ഇന്ത്യ അറബിക്കടൽ. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാ? നമ്മുടെ കേരളമുണ്ട്, കർണാടകയുണ്ട്, ഗോവയുണ്ട്, മഹാരാഷ്ട്രയുണ്ട്. ഇതെല്ലാം ഗുജറാത്ത്, ഇതെല്ലാം അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. നമുക്ക് പൊതുവെ മാപ്പ് വന്നിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ഇങ്ങനെ ഇന്നതിന്റെ അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ അങ്ങനെ ചോദിച്ചു കാണാറില്ല. പിന്നെ ഇന്ത്യയുടെ ഏത് സൈഡിലാണ് അറബിക്കടൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പേരിലുള്ള സമുദ്രം ഏത്, പിന്നെ ബംഗാൾ ഉൾക്കടലിൽ കാണപ്പെടുന്ന ഏത് ദ്വീപാണ്, അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇവിടെയുണ്ട്, കണ്ട ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം, അത് ബംഗാൾ ഉൾക്കടലിലാണ്. അങ്ങനത്തെ പ്രധാന ചോദ്യങ്ങൾ. പിന്നെ ഈ തലസ്ഥാന നഗരികള്, പിന്നെ ഓരോ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്ന ചില പേരുകളൊക്കെ ഉണ്ടല്ലോ, ആ പേരുകളൊക്കെ വെച്ചിട്ട് പൊതുവെ ചോദിക്കാറുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കുറച്ച് സംസ്ഥാനങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് നോക്കാം. കൂടുതൽ അറിയാന്ന് പറഞ്ഞു നോക്കിക്കേ. അരുണാചൽ പ്രദേശ്, നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ അരുണാചൽ പ്രദേശിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത്? ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? അരുണാചൽ പ്രദേശാണ്. നോക്കിക്കേ, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റാനഗറാണ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനം. ഈ തലസ്ഥാനങ്ങൾ നമ്മുടെ 28 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പറ്റുന്നതിന്റെ പഠിക്കുക.
എല്ലാം കാണാപ്പാടെ പഠിച്ച് അയ്യോ ആ സംസ്ഥാനത്തിന് പഠിച്ചില്ലല്ലോ ഇത് ഏതിന്റെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അടിച്ച് പോകുന്നതിലും ഭേദം നമുക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റുന്ന എളുപ്പമുള്ളതിന്റെയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ബാക്കി നമുക്ക് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. കാരണം 28 സംസ്ഥാനത്തിന്റെയും തലസ്ഥാനങ്ങൾ പഠിക്കാൻ ഇച്ചിരി ഒരു പാടാണ്. പിന്നെ അത്രയും നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഓക്കെ കുഴപ്പമില്ല. അല്ലാത്തവരെ അത് പറ്റുന്ന രീതിയിൽ അത് പഠിച്ചു പോവുക. പിന്നെ ഓർത്തിരിക്കാൻ നിങ്ങളുടേതായ ചെറിയൊരു ക്ലൂ ഒക്കെ കോഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അത് നോക്കുക. ഇപ്പൊ അരുണാചൽ പ്രദേശിന്റെ ആണെങ്കിൽ ഇറ്റാനഗറാണ് തലസ്ഥാനം. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്നു. പിന്നെ നോക്കിയേ, ഓർക്കിഡുകളുടെ പറദീസയാണ് അരുണാചല്. നമ്മുടെ ഓർക്കിഡുകൾ ആ ഒരു പൂവുണ്ടല്ലോ, ഓർക്കിഡുകളുടെ പറദീസയാണ് ഇത് അരുണാചല്. പിന്നെ മിഥുൻ അരുണാചലുകാരുടെ പ്രിയപ്പെട്ട മൃഗമാണ്. ഈ മിഥുൻ എന്ന് പറയുന്നത് ഒരു കാളയാണ്. ഈ മിഥുൻ എന്ന് പറയുന്നത് അരുണാചലുകാരുടെ ഒരു പ്രിയപ്പെട്ട മൃഗമാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളാണ് ഈ സംസ്ഥാനത്തുള്ളത്. അപ്പൊ അരുണാചൽ പ്രദേശിന്റെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ. കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്ന കുറെ ബുക്കുകൾ എടുത്തു നോക്കിയാലും അരുണാചൽ പ്രദേശിന് ഓരോ സംസ്ഥാനത്തെ കുറിച്ചും നമുക്ക് പഠിക്കാൻ കുറെ ടോപ്പിക്കുകളുണ്ട്. അതിലൂടെ ഒഴുകുന്ന നദികള്, പിന്നെ അതിലെ ഭൂപ്രകൃതിയുടെ സവിശേഷതകള്, പിന്നെ അവിടെ എന്തെങ്കിലും പ്രസിദ്ധമായിട്ടുള്ള ആരെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അണക്കെട്ടുകളോ ബിൽഡിങ്ങുകളോ വെള്ളച്ചാട്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ അങ്ങനെ നിരവധി ടോപ്പിക്കുകളുണ്ട് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളെ കുറിച്ച് എടുത്താൽ. പക്ഷെ അതെല്ലാം വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നോക്കുക, ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേകം തിരിച്ച് ഞാനത് ചെറിയൊരു ഷോർട്ട് നോട്ട് ആയിട്ട് ഇട്ട് തരാം. അതെങ്കിലും പഠിച്ചു പോവുക, വായിച്ചു പോവുക. പിന്നെ ബാക്കി കുറെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയായിരിക്കും. എല്ലാം കൂടെ കണ്ടു പിന്നെ കൺഫ്യൂഷൻ ആയി പോകും. ഇതായ സംസ്ഥാനത്തിന്റെ ആണോ ഇത് അതിന്റെ ആണോ, അതൊരു ഇതായി പോകും. അതുകൊണ്ട് പറ്റുന്ന പോലെ കുറച്ചായിട്ട് നോക്കി പോവാം കേട്ടോ. അപ്പൊ അരുണാചൽ പ്രദേശിന്റെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന തലസ്ഥാനം ഇറ്റാനഗറാണ്. പിന്നെ ചുവന്ന മലയുടെ സംസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. പിന്നെ മിഥുൻ അരുണാചൽകാരുടെ പ്രിയപ്പെട്ട ഒരു മൃഗമാണ്. ആ ഒരു പേര് കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ. ജസ്റ്റ് ഒരാളുടെ പേര് തന്നെയാണ് മിഥുൻ എന്ന് പറയുന്നത്. അപ്പം അതൊരു മൃഗത്തിന്റെ പേരാണ്. അരുണാചൽകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മൃഗത്തിന്റെ പേരാണ് മിഥുൻ എന്നുള്ളത്. പിന്നെ ഓർക്കിഡുകളുടെ പറദീസ. പിന്നെ അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിഴക്കേ അറ്റത്തുള്ള, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് നമ്മുടെ അരുണാചൽ പ്രദേശ്. ഇനി അടുത്ത് നോക്കിയാൽ നമ്മൾ പറഞ്ഞായിരുന്നു ജമ്മു കാശ്മീർ. നമ്മളെ കവിതയ്ക്കകത്ത് പറഞ്ഞായിരുന്നു സഞ്ചാരികളുടെ സ്വപ്ന നാട്, അതാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം. അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരാണ്. പിന്നെ മലകളുടെയും തടാകങ്ങളുടെയും നദികളുടെയും നാടാണ് ഇത് ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂള ശ്രീനഗറിലാണ്. അതായത് നമ്മുടെ ജമ്മു കാശ്മീരിലെ തലസ്ഥാനമായത് ജമ്മു ശ്രീനഗറും രണ്ടെണ്ണമുണ്ട് നമ്മുടെ ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായിട്ട്. അത് ആ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഇതായിട്ട് വരുമ്പോൾ അത് പറഞ്ഞുതരാം. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനം ഉണ്ടെന്ന് പറയുന്നത്. ജമ്മു ഉണ്ട്, ശ്രീനഗറും ഉണ്ട്. അതിൽ ആ ശ്രീനഗറിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂളാർ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പൊ അത് സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീനഗറിലാണ്. നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ഒരു തലസ്ഥാനമായ ശ്രീനഗറിലാണ് ഈ വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇനി ദാൽ തടാകവും പ്രസിദ്ധമാണ്. ഉറുദു, കാശ്മീരി എന്നിവയാണ് മുഖ്യ ഭാഷകൾ. ഇവിടുത്തെ പ്രധാന നൃത്ത രൂപങ്ങളാണ് ഹഫിസ, ബച്ച നാഗ്മ, റഫ് എന്നിവ. ഈ 3 പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളാണ് നമ്മുടെ ജമ്മു കാശ്മീരിലേത്. ഈ സൈഡിൽ അതിന്റെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, അവരെ വേഷമൊക്കെ കെട്ടി നിൽക്കുന്നത്. അപ്പൊ അതാണ് പ്രസിദ്ധമായിട്ടുള്ള നൃത്തരൂപങ്ങൾ. അത് ഹഫിസ, ബച്ച നാഗ്മ, റഫ്. അതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കുച്ചിപ്പുടിയും ഭരതനാട്യവും കഥക്ക് അങ്ങനത്തെ കുറച്ച് നൃത്തരൂപങ്ങളെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഈ ജമ്മു കാശ്മീരിൽ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ ഹഫിസ, ബച്ച നാഗ്മ, റഫ് എന്നിവയാണ് അവിടുത്തെ നൃത്തരൂപങ്ങള്. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനങ്ങളുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞേ, അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം. ശൈത്യകാലത്തെ തലസ്ഥാനമാണ് ഏത്? ജമ്മു. വേനൽക്കാലത്തെ തലസ്ഥാനം ശ്രീനഗർ. അങ്ങനെ 2 കാലങ്ങൾ നമുക്കറിയാം. നമ്മുടെ കാലാവസ്ഥകൾ, അതായത് ശൈത്യകാലവും വേനൽക്കാലവും വരുന്നുണ്ട്. അപ്പം ശൈത്യകാലത്തെ തലസ്ഥാനം ജമ്മുവും വേനൽക്കാലത്തെ തലസ്ഥാനവും ശ്രീനഗറുമാണ്. അപ്പൊ നമ്മൾ ശ്രീനഗറിലെ ഒരു പ്രത്യേകത പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീനഗറിലാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇപ്പൊ ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളുടെ ഗണത്തിൽ
പെടുന്നില്ല. ഇപ്പൊ ഇത് അതിനു മുമ്പുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ അതിന്റെ അകത്താണ് ഈ ജമ്മു കാശ്മീർ സംസ്ഥാനം എന്ന രീതിയിൽ വരുന്നത്. ജമ്മു കാശ്മീർ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ അകത്ത് ഉൾപ്പെടുന്നതാണ്. 2019 മുതൽ അത് കേന്ദ്ര ഭരണ പ്രദേശമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ളതാണ് നമ്മുടെ ജമ്മു കാശ്മീർ. എന്താ സഞ്ചാരികൾ ഏറ്റവും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അവിടെ 2 തലസ്ഥാനങ്ങളുണ്ട്. ശൈത്യകാലത്തെ തലസ്ഥാനം ജമ്മുവും വേനൽക്കാലത്തെ തലസ്ഥാനം ശ്രീനഗറും. അതിൽ ആ ശ്രീനഗറിലാണ് നമ്മുടെ വൂളാർ തടാകം ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. പിന്നെ നൃത്തരൂപങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് കാണാതെ എങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഹഫിസ, ബച്ച നാഗ്മ, റഫ്, ഇത് 3ആണ് അതിന്റെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ. ഇനി അടുത്ത 2 സംസ്ഥാനങ്ങളാണ് നമ്മുടെ തമിഴ്നാട്. നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തിന്റെ പേര് നമ്മൾ ആ കവിതയിൽ പറഞ്ഞായിരുന്നല്ലോ, ഏതാണ്? പൊങ്കൽ. ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം, പ്രധാന ഭാഷ തമിഴ്. കേരളത്തിന്റെ അയൽ സംസ്ഥാനമാണിത്, അല്ലെ? നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും അടുത്തുള്ള സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. ഭരതനാട്യത്തിന്റെ നാട്. ഒരിക്കൽ ചോദിച്ചായിരുന്നു, ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? അപ്പൊ ഭരതനാട്യം എന്ന് പറഞ്ഞ ഏതിന്റെയാണ്? തമിഴ്നാടിന്റെയാണ്. അതായത് ഭരതനാട്യത്തിന്റെ നാട്. ചെന്നൈയാണ് തലസ്ഥാനം. ഏതാണ് നമ്മുടെ തമിഴ്നാടിന്റെ തലസ്ഥാനം? ചെന്നൈയാണ്. നമ്മൾ അരുണാചൽ പ്രദേശിന്റെ പറഞ്ഞായിരുന്നു, ഏത്? ഇറ്റാനഗർ പറഞ്ഞു. പിന്നെ ജമ്മു കാശ്മീരിന്റെ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ശൈത്യകാലത്ത് നമ്മുടെ ജമ്മുവും വേനൽക്കാലത്ത് നമ്മുടെ ശ്രീനഗറും. തമിഴ്നാടിന്റെ ആണെങ്കിലോ തലസ്ഥാനം ഏതാണ്? ചെന്നൈയാണ് തമിഴ്നാടിന്റെ തലസ്ഥാനം. പിന്നെ പട്ടുവസ്ത്രത്തിന് പേര് കേട്ട കാഞ്ചീപുരം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. നമ്മുടെ കാഞ്ചീപുരം സിൽക്സ് നമ്മൾ പറയുമല്ലോ, കാഞ്ചീപുരം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പൊ തമിഴ്നാടിന്റെ പ്രത്യേകതകൾ ഇതാണ്. പിന്നെ എക്സ്ട്രാ വന്ന് നമ്മുടെ കവിതയ്ക്കകത്ത് പറയുന്ന പൊങ്കൽ, അതാണ് നമ്മുടെ തമിഴ്നാടിന്റെ ദേശീയോത്സവം എന്ന് പറയുന്നത് പൊങ്കലാണ്. ഇനി അടുത്ത് നോക്കി, ഗുജറാത്ത്. ഗുജറാത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞായിരുന്നു, ഗാന്ധിജി ജനിച്ച പോർബന്ദർ. ഗുജറാത്ത് സ്റ്റേറ്റിലാണ് നമ്മുടെ ഗാന്ധിജി ജനിച്ചത്. അപ്പൊ ഗുജറാത്തിന്റെ പ്രത്യേകതകൾ എന്താ? നമ്മുടെ പടിഞ്ഞാറേത്, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ദേശത്തുള്ളതാണ് ഏത്? പടിഞ്ഞാറ് ദിക്കിലുള്ളതാണ് നമ്മുടെ ഗുജറാത്ത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം. മഹാത്മാഗാന്ധിയുടെ ജന്മം കൊണ്ട് പ്രശസ്തമായ പോർബന്ദർ ഇവിടെയാണ്. മഹാത്മാഗാന്ധി എവിടെയാണ് ജനിച്ചത്? പോർബന്ദർ. അത് ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ ഗുജറാത്തില്. ഗാർബ നൃത്തമാണ് ഗുജറാത്തിന്റെ തനത് കലാരൂപം. ഇപ്പൊ ഗുജറാത്തിന്റെ ഗായാണല്ലോ, അപ്പൊ ആ ഇത് തന്നെ നോക്കി പഠിച്ചാൽ മതി. ഗാർബ നൃത്തമാണ് ഏത്? ഗുജറാത്തിന്റെ തനത് കലാരൂപം. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനവും ഏതാണ്? ഗുജറാത്ത് ആണ്. ഗുജറാത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഏത്? നമ്മുടെ ഗുജറാത്ത്. അപ്പൊ അത് ഓർത്തിരിക്കണം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഇന്ത്യയില് ഗുജറാത്താണ്. ഇനി തലസ്ഥാനം ഗാന്ധിനഗർ. അത് ഓർത്താൽ മതി, ഗാന്ധിജി ജനിച്ച നാടാണ്. അപ്പൊ ആ ഗാന്ധിജിയുടെ പേരുമായിട്ടുള്ളതാണ് നമ്മുടെ തലസ്ഥാനം, ഗാന്ധിനഗർ. പിന്നെ പ്രധാന ഭാഷ ഗുജറാത്തി. അപ്പൊ ഗുജറാത്തിന്റെ പ്രധാന ഭാഷ എന്ന് പറയുന്നത് ഗുജറാത്തിയാണ്. അപ്പൊ ഗുജറാത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്താണ്. പിന്നെ പോർബന്ദർ, അതായത് ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഗുജറാത്തിലാണ്. ഗാർബ നൃത്തരൂപമാണ് ഗുജറാത്തിന്റെ പ്രധാന നൃത്തരൂപം, പിന്നെ കലാരൂപം. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. അവിടുത്തെ ഭാഷ ഗുജറാത്തി. തലസ്ഥാനം ഏതാ? ഗാന്ധിജിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ ഗാന്ധിനഗർ ആണ് ഗുജറാത്തിന്റെ തലസ്ഥാനം. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഒരു 4 സംസ്ഥാനങ്ങളെ കണ്ടു. അരുണാചൽ പ്രദേശ്, പിന്നെ നമ്മുടെ തമിഴ്നാട്, ഗുജറാത്ത്, പിന്നെ ഈ കേന്ദ്രഭരണ പ്രദേശത്തിൽ ഉൾപ്പെടുന്ന നമ്മുടെ ജമ്മു കാശ്മീർ. ഇതിൻ്റെ അകത്തെല്ലാം അവരുടെ തലസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു പോയായിരുന്നു. പിന്നെ അത്യാവശ്യം പ്രത്യേകതകൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ. എന്നാൽ ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട് താനും. പക്ഷെ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 4 സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതായത് ജമ്മു കാശ്മീരിൻ്റെത്, പിന്നെ നമ്മുടെ തമിഴ്നാട്, ഗുജറാത്ത്, അരുണാചൽ പ്രദേശ്. അപ്പൊ അതിന്റെ ആ ടോപ്പിക്കുകൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് നിങ്ങൾ എഴുതി പോകുമ്പോൾ തന്നെ അങ്ങനെ തന്നെ എഴുതി പോവുക. അരുണാചൽ പ്രദേശ് നമ്മൾ പറഞ്ഞായിരുന്നു ഏത്? ചുവന്ന മലയുടെ സംസ്ഥാനം. നമ്മുടെ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്താണ് അത് സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശ്. പിന്നെ തലസ്ഥാനം ഇറ്റാനഗർ.
ഇത്രയാണ് പ്രധാനമായിട്ടും. പിന്നെ മിഥുൻ എന്നൊരു മൃഗം, അതിനെക്കുറിച്ച് ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെയുള്ള നമ്മുടെ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ ഇപ്പൊ സംസ്ഥാനത്തിന്റെ കൂടെയല്ല, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കൂടെയാണ്. ജമ്മു കാശ്മീരിൽ 2 തലസ്ഥാനമുണ്ട്. ഒന്ന് ശൈത്യകാലത്ത് അവിടുത്തെ തലസ്ഥാനം ഏത്? ജമ്മുവും. വേനൽക്കാലത്തെ തലസ്ഥാനം ശ്രീനഗറുമാണ്. പിന്നെ ശുദ്ധജല തടാകമായ അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂളാർ സ്ഥിതി ചെയ്യുന്നത് ഈ ശ്രീനഗറിലാണ്. പിന്നെ അവിടുത്തെ പ്രധാന നൃത്തരൂപങ്ങൾ അതങ്ങനെ ഓർത്തിരിക്കാൻ പഠിക്കാൻ പറ്റുമെങ്കിൽ ആ പേരുകൾ പഠിക്കുക, അല്ല ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ നമ്മുടെ തമിഴ്നാട് നമുക്കറിയാം, ഭരതനാട്യമാണ് അവിടുത്തെ പ്രധാന കലാരൂപം. പിന്നെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ്, തമിഴാണ് അവിടുത്തെ ഭാഷ. തലസ്ഥാനം ചെന്നൈ. പിന്നെ ഗുജറാത്തിന്റെ ആണെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം. ഗാന്ധിജി ജനിച്ച പോർബന്ദർ. തനത് കലാരൂപം ഏതാണ്? ഗാർബ നൃത്തം. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. പിന്നെ തലസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിനഗർ, പ്രധാന ഭാഷ ഗുജറാത്തി. അപ്പൊ ഇതുപോലെ ഓരോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ എല്ലാം പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 28 സംസ്ഥാനങ്ങളിലെ മൊത്തം പ്രത്യേകതകളും പറഞ്ഞു, ഈ ഒരു ക്ലാസ് കൊണ്ട് അത് തീരത്തില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഈ 4 സംസ്ഥാനങ്ങളെ പ്രധാനമായിട്ട് ഈ ക്ലാസ് പറയുന്നുള്ളൂ. ബാക്കിയുള്ളതിന്റെ നോട്ട് ഷോർട്ട് നോട്ടായിട്ട് തന്നെ അത് ഗ്രൂപ്പിൽ ഇട്ടോളാം, എല്ലാവരും അത് നോക്കണം. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ഇതിന്റെ പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു പോകും, കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമ്മൾ ഈ ക്ലാസ് തന്നെ ഇപ്പൊ തന്നെ നമ്മളതെല്ലാം പറഞ്ഞു പോകും. ഇനി അടുത്ത് നോക്കിക്കേ, ഇത് സംസ്ഥാനം, തലസ്ഥാനം, അയൽ സംസ്ഥാനങ്ങൾ. ഇപ്പൊ നമ്മുടെ കേരളം എടുത്താല് നമ്മൾ വസിക്കുന്ന നമ്മുടെ സംസ്ഥാനം കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കേരളം. കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? തിരുവനന്തപുരം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളം, കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരം. ഇനി കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴോ, തമിഴ്നാടുണ്ട്, പിന്നെ നമ്മുടെ ഏതാണ്? ആന്ധ്രാപ്രദേശ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഏകദേശം അയൽ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ ഓരോന്നിന്റെയും, അതിപ്പോ ഗുജറാത്ത് എടുത്താലും അല്ലെങ്കിൽ ആസാം എടുത്താലും അങ്ങനെ ഓരോന്നിന്റെയും തലസ്ഥാനങ്ങളും അയൽ സംസ്ഥാനങ്ങളും ജസ്റ്റ് ഇന്ത്യയുടെ മാപ്പ് ഒന്ന് നോക്കുവാണെങ്കിൽ അത്രയും എളുപ്പം. അതായത് ഇന്ത്യയുടെ മാപ്പ് നമ്മുടെ കയ്യിലെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, എവിടെയൊക്കെയാണ് ഇത് കിടക്കുന്നത്, നടുക്കായിട്ട് ഏതാ കിടക്കുന്നത്. മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു ഹൃദയഭാഗത്ത് കിടക്കുന്ന മധ്യപ്രദേശൊക്കെ. അപ്പം എവിടെയായിട്ട് ഓരോ സംസ്ഥാനങ്ങളും എങ്ങോട്ട് മാറിയാണൊക്കെ കിടക്കുന്നത്, ജസ്റ്റ് ആ മാപ്പൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കേരളത്തിന്റെയാണ് നമുക്ക് ഏകദേശം അറിയാം, 14 ജില്ലകളും അങ്ങേയറ്റത്ത് ഏതാണ് ഇങ്ങേയറ്റത്ത് ഏതാണ്, ആലപ്പുഴയൊക്കെ എവിടെയാണ് കിടക്കുന്നത്, കോട്ടയം എവിടെയായിട്ടാണ്, ഏകദേശം നമുക്കൊരു ഐഡിയ കാണും. പക്ഷെ ഇന്ത്യയുടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ചാണ് ജമ്മു കാശ്മീർ അങ്ങ് മണ്ട കിടപ്പുണ്ട്, താഴെയാണ് കേരളവും തമിഴ്നാടും ഉണ്ട്, ഇങ്ങേയറ്റത്താണ് ഗുജറാത്ത് ഉണ്ട്, അങ്ങേയറ്റത്താണ് അരുണാചൽ പ്രദേശ് ഉണ്ട്, നടുക്കാണ് മധ്യപ്രദേശ് ഉണ്ട്. അങ്ങനെ ഏകദേശം നമുക്ക് അത്രയൊക്കെ അറിയാം. പക്ഷെ ബാക്കി ഒരു ഇന്ത്യയുടെ ജസ്റ്റ് ഞാൻ ആ ഭൂപടത്തിന്റെ ഫോട്ടോയും ഇട്ടേക്കാം. അപ്പൊ ആ ഒരു ഭൂപടം നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് എന്താ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? നമുക്ക് മൊത്തം 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ നിലവിൽ നമുക്ക് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നമുക്ക് ഉള്ളത്. അടുത്ത് നോക്കിയേ, ഭാഷകൾ ഏതെല്ലാം? ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഈ നമ്മുടെ ഈ ചാപ്റ്റർ തീരുമ്പോൾ അവസാനം ഞാനത് പറഞ്ഞുതരാം കേട്ടോ, ഏതൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നുള്ളത്. അടുത്ത് നമ്മുടെ ഭാഷകൾ പലത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പല ഭാഷകളുണ്ട്. കേരളത്തിലാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നു, പക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ തമിഴുണ്ട്, കന്നഡയുണ്ട്, തെലുങ്കുണ്ട്, ബംഗാളി ഭാഷയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഹിന്ദിയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഭാഷകളുണ്ട്. അപ്പൊ വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടേത്. അപ്പം ഭാഷകൾ പലതെങ്കിലും നമ്മളെല്ലാം എന്താണ്? ഇന്ത്യയിൽ വസിക്കുന്നവരാണ്. അത് നോക്കിക്കേ, സ്കൂൾ അസംബ്ലിയിൽ നാം ചൊല്ലാറുള്ള പ്രതിജ്ഞ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ത്യ എന്റെ രാജ്യമാണ്, അല്ലെ? എല്ലാ ഇന്ത്യയിൽ എന്റെ സഹോദരി സഹോദരന്മാരാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും എന്ന് പറഞ്ഞാണ് നമ്മൾ ആ പ്രതിജ്ഞ വരുന്നത്. അപ്പൊ ഓരോ സ്ഥലങ്ങളിലെയും ഭാഷയ്ക്ക് അനുസരിച്ച് നോക്കിക്കേ, ആ പ്രതിജ്ഞ തുടങ്ങുന്നത് ഇന്ത്യ എന്റെ രാജ്യമാണ്. അതേതാ? ഈ കൊച്ചിന്റെ നിങ്ങൾക്ക് കാണാൻ തോന്നും, അവരുടെ ഉടുപ്പയിൽ ആ ഭാഷകൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യ എന്റെ രാജ്യമാണ്, അത് നമ്മുടെ മലയാളം. ഇനി ഇന്ത്യ എന്നതു നാട്, അത് തമിഴ്. ഭാരതവോ നന്ന ദേശ, കന്നഡ. ഇന്ത്യ ന ദേശമു, അത് തെലുങ്ക്. അങ്ങനെ പലതരത്തിലുള്ള ഭാഷകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ഭാഷകളാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ഭാഷകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ 2 എണ്ണം തന്നിട്ടുണ്ട്, ഇതും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അതായത് മധ്യപ്രദേശിന്റെ ഭാഷ എന്ന് പറയുന്നത് ഏതാണ്?
ഹിന്ദിയാണ് നമ്മുടെ മധ്യപ്രദേശിന്റെ ഭാഷ. ഇനി പശ്ചിമ ബംഗാളിന്റെ ഭാഷയാണെങ്കിലോ, പശ്ചിമ ബംഗാളിന്റെ ഭാഷ ബംഗാളിയാണ് പശ്ചിമ ബംഗാളിന്റെ ഭാഷ. ഇപ്പൊ നോക്കിയേ, രണ്ട് സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു, മധ്യപ്രദേശിന്റേത് ഹിന്ദിയും പശ്ചിമ ബംഗാളിന്റേത് ബംഗാളിയും. ഇപ്പൊ നമ്മുടെ കേരളം എടുത്താലോ, നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഏതാണ്? മലയാളം. നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ തമിഴ്നാട് എടുത്താലോ, തമിഴ്നാടിന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഏതാ? തമിഴാണ് അല്ലെ. ഇനി ആന്ധ്രാപ്രദേശ് എടുത്താലോ, ആന്ധ്രാപ്രദേശ് എടുത്താലും നമ്മുടെ അവിടെ സംസാരിക്കുന്നത് പൊതുവായിട്ടും തെലുങ്കും ഉറുദുവാണ് ആന്ധ്രാപ്രദേശില് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ ഓരോ സ്റ്റേറ്റിനും വ്യത്യസ്ത തരത്തിലുള്ള ഭാഷകളാണുള്ളത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് 2-3 എണ്ണത്തിന്റെ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിന്റെ ആണെങ്കിൽ മലയാളം, മധ്യപ്രദേശിന്റെ ആണെങ്കിൽ ഹിന്ദി, പശ്ചിമ ബംഗാളിലെ ആണെങ്കിൽ ബംഗാളി, തമിഴ്നാടിന്റെ നമുക്കറിയാം തമിഴ്, പിന്നെ ആന്ധ്രാപ്രദേശിന്റെ ആണെങ്കിൽ തെലുങ്ക്, ഉറുദു. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ തരത്തിലുള്ള ഭാഷകളുണ്ട്. നോക്കിക്കേ, ഭാഷാ വിശേഷങ്ങൾ. നമ്മുടെ ഇന്ത്യക്കാര് ഏറ്റവും അധികം സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഹിന്ദി. ഏറ്റവും അധികം ഇന്ത്യക്കാര് സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഇനി പ്രാദേശിക ഭാഷകളായി ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് 22 ഭാഷകളെയാണ്. അതായത് പ്രാദേശിക ഭാഷകളായിട്ട് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന എത്ര ഭാഷകളെയാണ്? 22 ഭാഷകളെയാണ് ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത്. ഇനി 10 ലക്ഷത്തിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഇന്ത്യൻ ഭാഷകൾ 40ഓളം ഉണ്ട്. ഭരണഘടന ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് 22 ഭാഷകളേ ഉള്ളൂ. പക്ഷെ നമ്മുടെ 10 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇന്ത്യയിൽ സംസാരിക്കുന്ന 40ഓളം ഭാഷകളുണ്ട്. ഇനി 1700ഓളം സംസാര ഭാഷകൾ ഇന്ത്യയിലുണ്ട്. ഇവയിൽ ചിലത് സംസാരിക്കുന്നവരുടെ എണ്ണം 1000-ൽ താഴെയേ വരും. അപ്പൊ നമ്മൾ പറഞ്ഞു വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. പലതരത്തിലുള്ള ഭാഷകളുണ്ട്. അതുപോലെ തന്നെ വേഷവിധാനങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്. കാലാവസ്ഥകൾക്കും ഭൂപ്രകൃതികൾക്കും എല്ലാം തന്നെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഭാഷയുടെ ഒരു സവിശേഷതകളാണ്. നമ്മൾ കൂടുതലും ഏറ്റവും അധികം ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. പിന്നെ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന 22 ഭാഷകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ 10 ലക്ഷത്തിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഇന്ത്യൻ ഭാഷകൾ എത്ര എണ്ണം ഉണ്ട്? 40ഓളം ഉണ്ട്. 1700ഓളം സംസാര ഭാഷകൾ ഇന്ത്യയിലുണ്ട്. ഇവയിൽ ചിലത് സംസാരിക്കുന്നവരുടെ എണ്ണം 1000-ൽ താഴെ വരുള്ളൂ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ഹിന്ദിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയ ശ്രേഷ്ഠ ഭാഷ 1500 മുതൽ 2000 വർഷം വരെ പഴക്കമുള്ള ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷ പദവി നൽകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഔദ്യോഗികമായിട്ട് നമ്മുടെ ഭരണഘടന 22 ഭാഷകൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ ശ്രേഷ്ഠ ഭാഷ പദവി എന്നുള്ള ആ ഒരു പദവി ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആകെ 6 ഭാഷകൾക്കാണ്. ഇതും പ്രധാനമായിട്ടുള്ള കാര്യമാണ്, പഠിച്ചു പോകേണ്ടതാണ്. നമ്മുടെ മലയാളവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. മലയാളം നമ്മുടെ ലാംഗ്വേജ് സബ്ജക്റ്റുമായിട്ട് വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും പറഞ്ഞു പോകുന്നത്. പക്ഷെ ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇതും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നോക്കിക്കേ, 1500 മുതൽ 2000 വർഷം വരെ പഴക്കമുള്ള ഭാഷകൾക്കാണ് എന്ത്? ശ്രേഷ്ഠ ഭാഷ പദവി നൽകുന്നത്. അപ്പൊ ഏത് വർഷം മാത്രം പഴക്കമുണ്ട്? 1500 മുതൽ 2000 വർഷം വരെ പഴക്കം വേണം ആ ഒരു ഭാഷയ്ക്ക്. അങ്ങനെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് ഇന്ത്യയിൽ ആകെ ഒരു 6 ഭാഷകൾക്കേ ഉള്ളൂ. നോക്കിക്കേ, തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിവയാണ് ശ്രേഷ്ഠ ഭാഷകൾ. ഈ 6 ഭാഷകൾക്കാണ് ഇന്ത്യയില് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത്. അപ്പൊ ഈ ഓർഡറിൽ തന്നെയാണ് ആ പദവി ലഭിച്ചത്. അതായത് ആദ്യത്തേത് തമിഴിനാണ്, പിന്നെ സംസ്കൃതം, പിന്നെ കന്നഡ, തെലുങ്ക്. 5ാമത് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചതാണ് ഏത് ഭാഷയ്ക്കാണ്? നമ്മുടെ മലയാളത്തിന്. 5ാമത്, അത് ഓർത്തിരിക്കണം. 5ാമതാണ് നമ്മുടെ മലയാളത്തിന് കിട്ടിയത്. പിന്നെ കിട്ടിയതാണ് 6ാമത്തേതാണ്, ലാസ്റ്റ് കിട്ടിയതാണ് ഒഡിയ. ആദ്യം ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് തമിഴ്, പിന്നെ സംസ്കൃതം, കന്നഡ, തെലുങ്ക്. 5ാമത് കിട്ടിയത് നമ്മുടെ മലയാളം, ലാസ്റ്റ് ഒഡിയ. ഈ 6 ഭാഷകൾക്കാണ് ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. കാരണം അത് 1500 മുതൽ 2000 വർഷം വരെ പഴക്കമുള്ള ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നത്. അത് ആകെ ലഭിച്ചത് ഈ ഇന്ത്യയിൽ ഈ 6 ഭാഷകൾക്കാണ്. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിവയാണ്
ശ്രേഷ്ഠ ഭാഷകൾ. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന നമ്മുടെ ഭാഷകൾ എന്ന് പറയുന്നത് ഏതാണ്? ഭാഷ എന്ന് പറയുന്നത് ഏത്? ഹിന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 6 ഭാഷകൾക്ക്: തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, പിന്നെ നമ്മുടെ ഒഡിയായും. ജസ്റ്റ് അതിന്റെ പേരുകൾ ഓർത്തിരിക്കാം. ഇനി ഭാഷകൾ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? നമ്മുടെ കലകള്, കലാരൂപങ്ങൾ. അതും നമ്മൾ കഴിഞ്ഞ ഒരു പാഠത്തിൽ നമ്മുടെ കലകളുടെ നാടെന്നുള്ള ചാപ്റ്ററിൽ കുറെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കലാരൂപങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളാണ് നമ്മുടെ കഥകളിയും മോഹിനിയാട്ടവും പിന്നെ നമ്മുടെ തുള്ളലും. അതെല്ലാം നമ്മൾ പ്രധാനമായിട്ട് കണ്ടതാണ്. അപ്പോഴും പറഞ്ഞു പോയായിരുന്നു തമിഴ്നാടിന്റെ ഔദ്യോഗിക കലാരൂപം ഇതിലേതാണ്? തമിഴ്നാടിന്റെ, ഇപ്പോഴും നമ്മൾ പറഞ്ഞു തമിഴ്നാടിന്റെ ഔദ്യോഗിക കലാരൂപം എന്ന് പറയുന്നത് ഏതാ? ഭരതനാട്യം അല്ലെ? ഇത് നോക്കിയേ, കുച്ചിപ്പുടി ഉണ്ട്, ഒഡീസി ഉണ്ട്, കഥക് ഉണ്ട്, മണിപ്പൂരി ഉണ്ട്. ഇതിലെ ഈ ഒഡീസി എന്ന് പറയുന്ന ഏതിന്റെയാണ്? നമ്മുടെ ഒഡീഷ. ഏകദേശം ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒഡീഷയുടെ കലാരൂപമാണ് ഏത്? ഒഡീസി. പിന്നെ മണിപ്പൂരി ആണെങ്കിലോ മണിപ്പൂരിന്റെ കലാരൂപമാണ് നമ്മുടെ മണിപ്പൂരി. പിന്നെ കഥക്കും കുച്ചിപ്പുടിയും അത് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, വിവിധ ഭാഷകൾ നമുക്കുണ്ടല്ലോ, അതുപോലെ വ്യത്യസ്ത കലാരൂപങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഭാഷകളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കലാരൂപങ്ങൾ നമ്മുടെ ഇന്ത്യക്കുണ്ട്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു കോളത്തിൽ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാടിന്റെ പ്രധാന കലാരൂപം ഏതാന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാടിന്റെ കലാരൂപമാണ് ഏത്? ഭരതനാട്യം. അതൊരു തവണ കേട്ടിട്ടും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണെന്നുള്ളത്. അപ്പൊ അത് തമിഴ്നാടിന്റെ കലാരൂപമാണ് ഏത്? ഭരതനാട്യം എന്നുള്ളത്. ഇനി ഒഡീസയാണ് നമ്മൾ പറഞ്ഞായിരുന്നു ഏതിന്റെയാണ്? ഒഡീഷയുടെയാണ് ഏത്? ഒഡീസി എന്നുള്ളത്. ഇനി കഥക് ആണെങ്കിലോ? കഥക് നമ്മുടെ ഉത്തർപ്രദേശിന്റേതാണ്. ഞാൻ യു പി എന്നിടുക കേട്ടോ. ഉത്തർപ്രദേശിന്റെ കലാരൂപമാണ് ഏത്? കഥക്. അത് ഇപ്പൊ തന്നെ നിങ്ങൾ എഴുതി പോകുമ്പോൾ നോട്ട് ചെയ്ത് പോവുക. തമിഴ്നാടിന്റെ ആണെങ്കിൽ ഭരതനാട്യം, ഒഡീഷയുടെ ആണെങ്കിൽ ഒഡീസി. ഇനി ഉത്തർപ്രദേശ്, അതായത് യു പി, ഷോർട്ട് ഫോം ഇട്ടേക്ക, യു പി, ഉത്തർപ്രദേശിന്റെ ആണെങ്കിൽ കഥക് ആണ് അതിന്റെ കലാരൂപം. ഇത് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. മണിപ്പൂരി ആണെങ്കിൽ അത് ഏതിന്റെയാ? മണിപ്പൂരിന്റേതാണ് മണിപ്പൂരി. പിന്നെ നമ്മൾ ജമ്മു കാശ്മീരിന്റെ കണ്ടായിരുന്നല്ലോ, ഹഫിസ, പിന്നെ ബച്ച നാഗ്മ, പിന്നെ റഫ് എന്നും പറഞ്ഞൊരു 3 നൃത്തരൂപങ്ങൾ കണ്ടായിരുന്നല്ലോ, അത് ജമ്മു കാശ്മീരിന്റെ. പിന്നെ നമ്മുടെ കേരളത്തിന്റെ പറയുവാണെങ്കിലോ ഏതൊക്കെ? അത് നമുക്കറിയാവുന്നതാണ്. കഥകളി ഉണ്ട്, നമ്മുടെ മോഹിനിയാട്ടം ഉണ്ട്, പിന്നെ തുള്ളല്. ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ പ്രധാന കലാരൂപങ്ങളിൽ പെടുന്നതാണ്. പിന്നെയുള്ളതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, യക്ഷഗാനം എന്ന് പറയും. അതായത് യക്ഷിയല്ല കേട്ടോ, യക്ഷഗാനമാണ്. യക്ഷഗാനം എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ ആണെന്നറിയാവോ? യക്ഷഗാനം നമ്മുടെ കർണാടകയുടെയാണ് നമ്മുടെ യക്ഷഗാനം എന്നുള്ള കലാരൂപം. കർണാടകയുടെ കലാരൂപമാണ്. കർണാടക സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് ഏത്? യക്ഷഗാനം എന്നുള്ളത്. ഇനി കുച്ചിപ്പുടി ആണെങ്കിലോ? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിന്റെ കലാരൂപമാണ് ഏത്? കുച്ചിപ്പുടി. അപ്പൊ കുച്ചിപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശത്തിന്റെ കലാരൂപമാണ് നമ്മുടെ കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ഞാൻ AP ഇടുക കേട്ടോ, അത് അരുണാചൽ പ്രദേശ് അല്ല കേട്ടോ. ANP ഇടുവാണ്. ആന്ധ്രാപ്രദേശിന്റെ കലാരൂപമാണ് ഏത്? കുച്ചിപ്പുടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടു, നോക്കിക്കേ, തമിഴ്നാടിന്റെ ആണെങ്കിൽ ഭരതനാട്യം, ഉത്തർപ്രദേശിന്റെ ആണെങ്കിൽ കഥക്, ഒഡീഷയുടെ ആണെങ്കിൽ ഒഡീസി, മണിപ്പൂരിന്റെ ആണെങ്കിൽ മണിപ്പൂരി. ഇനി കർണാടകയുടെ ആണ് ഏത്? യക്ഷഗാനം. ആന്ധ്രാപ്രദേശിന്റെ ആണ് ഏത്? കുച്ചിപ്പുടി. പിന്നെ നമ്മുടെ മോഹിനിയാട്ടം പറഞ്ഞാലോ അല്ലെങ്കിൽ കഥകളി എല്ലാം പറഞ്ഞാലോ അത് കേരളത്തിന്റെ. അപ്പൊ ഇതൊക്കെയാണ് ഇനിയുണ്ട് നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട് ഓരോ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങള്. പക്ഷെ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ കർണാടകയുടെ ഏതാണ്? കർണാടകയുടെ പ്രധാന കലാരൂപം എന്ന് പറയുന്നത് യക്ഷഗാനം. ഇനി കഥക് ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? ഉത്തർപ്രദേശ്. ഇനി കുച്ചിപ്പുടി ആണെങ്കിൽ അത് ആന്ധ്രാപ്രദേശിന്റെ കലാരൂപമാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ കലാരൂപങ്ങൾ. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ പ്രധാന കലാരൂപങ്ങൾ കണ്ടെത്തി പരിസര പുസ്തകത്തിൽ എഴുതുക. അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ രീതിയിലുള്ള പ്രധാന കലാരൂപങ്ങളുണ്ട്. നമ്മൾ ഗുജറാത്തിന്റെ നൃത്തരൂപം പറഞ്ഞായിരുന്നു, ഗാർബ നൃത്തരൂപമാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രധാനപ്പെട്ട ഓരോ തരത്തിലുള്ള
കലാരൂപങ്ങളും ഉണ്ട്. അപ്പൊ അത് മാറിപ്പോകാതെ തന്നെ പഠിക്കാം. ചിലപ്പോൾ ഓപ്ഷനിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന പോലെ തന്നെ കാണും. അപ്പൊ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കലാരൂപങ്ങളും അത് ഏത് സംസ്ഥാനങ്ങളുടേതാണെന്നത് പഠിച്ചിരിക്കാം. ഇനി നോക്കി, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദേശീയ ചിഹ്നങ്ങൾ. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങള്, പിന്നെ ദേശീയ ഗാനം, ദേശീയ ഗീതം, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങളത് എഴുതി പോവുക. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോവാതെ തന്നെ പഠിക്കുക. ഓക്കെ, നാം എല്ലാം ഒറ്റ മനസ്സോടെ ആദരിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ദേശീയ ചിഹ്നങ്ങളെ കുറിച്ച് അറിയേണ്ടേ. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ദേശീയ ഗാനം. ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം? നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഏതാ? എല്ലാ ദിവസവും നമ്മുടെ സ്കൂളുകളിൽ അസംബ്ലി കഴിയുമ്പോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ വിടുമ്പോൾ ആയിക്കോട്ടെ, നമ്മൾ പാടുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ പാടുന്ന ഒരു ഇതാണ്, നമ്മുടെ ഗാനമാണ് ദേശീയ ഗാനം. ഏത്? ജനഗണമന എന്നുള്ളത്, അല്ലെ? അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഏതാണ്? ജനഗണമനയാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം. ഇനി ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ദേശീയ ഗാനം രചിച്ച ആളെ പറ്റി അടുത്ത പേജിൽ പറയുന്നുണ്ട്. നോക്കിക്കേ, ആരാണ് ദേശീയ ഗാനം രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ജനഗണമന എന്നുള്ള ദേശീയ ഗാനം രചിച്ചത്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങി. ഗീതാഞ്ജലി എന്ന കൃതി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ, ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിന്റെ നോബൽ സമ്മാനം നേടിയ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? ഗീതാഞ്ജലി. അദ്ദേഹം ശാന്തി നികേതനിൽ തുടക്കമിട്ട വിദ്യാലയമാണ് പിന്നീട് വിശ്വഭാരതി സർവകലാശാലയായി മാറിയത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ നോബൽ സമ്മാനം നേടിയ കൃതിയാണ് ഏത്? ഗീതാഞ്ജലി. അദ്ദേഹമാണ് ജനഗണമന എന്നുള്ള നമ്മുടെ ദേശീയ ഗാനം എഴുതിയത്. പിന്നെ അദ്ദേഹം ശാന്തി നികേതനിൽ തുടക്കമിട്ട ഒരു വിദ്യാലയമാണ് പിന്നീട് ഏതായി മാറിയത്? വിശ്വഭാരതി സർവകലാശാലയായി മാറിയത്. ഇനി നമ്മൾ ജനഗണമനയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അത് എത്ര സമയം കൊണ്ടാണ് നമ്മൾ ആലപിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണം. നമുക്കറിയാം, നമ്മൾ അറ്റൻഷനായിട്ട് വളരെ സ്റ്റഡി ആയിട്ട് അത്രയും ആദരപൂർവ്വം നമ്മൾ നിൽക്കുന്ന ഒരു സമയമാണ് ദേശീയ ഗാനത്തിന്റെ സമയം. അപ്പം ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണം. 52 സെക്കൻഡ് സമയത്തിനുള്ളിലാണ് ദേശീയ ഗാനം ആലപിക്കേണ്ടത്. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന്റെ സമയം 52 സെക്കൻഡ്. അത് ഓപ്ഷൻസ് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. 51, 52, 53, 54 അങ്ങനെ ഓപ്ഷൻസ് വരും. അപ്പം എത്ര സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ദേശീയ ഗാനം ആലപിച്ച് വരുന്നത്? 52 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ദേശീയ ഗാനം ആലപിക്കുന്നത്. അപ്പൊ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. പിന്നെ ഈ രവീന്ദ്രനാഥ ടാഗോറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി എന്ന് പറയുന്നത് ഗീതാഞ്ജലിയാണ്. പിന്നെ അദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയമാണ്, ശാന്തിനികേതനിൽ സ്ഥാപിച്ച വിദ്യാലയമാണ് പിന്നീട് എന്തായി മാറിയത്? വിശ്വഭാരതി സർവകലാശാലയായി മാറിയത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഒരു ദേശത്തിന്റെ ചരിത്രവും സംസ്കാരവും ത്യാഗവും നേട്ടങ്ങളും പുകഴ്ത്തുന്ന രചനയാണ് എന്ത്? ദേശീയ ഗാനം എന്ന് പറയുന്നത്. അതായത് ഒരു ദേശത്തിന്റെ ചരിത്രവും സംസ്കാരവും ത്യാഗവും നേട്ടങ്ങളും പുകഴ്ത്തുന്ന രചനയാണ് ഏത്? ദേശീയ ഗാനം. 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമ്മൾ പറയുന്നത് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ആദ്യമായി ആലപിച്ചത്. അപ്പൊ ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ്? 1911 ഡിസംബർ 27 കൊൽക്കത്ത സമ്മേളനം, INC കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഈ ജനഗണമന ആദ്യമായി ആലപിച്ചത്. ശങ്കരാഭരണ രാഗത്തിൽ രാംസിംഗ് ടാക്കൂർ ആണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്. അതിന്റെ രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണമാണ്. അതിന് സംഗീതം നൽകിയത് ആരാണ്? രാംസിംഗ് ടാക്കൂർ ആണ്. 1950 ജനുവരി 24 ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചത്. ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ആലപിച്ചത് എന്നാണ്? 1950
ജനുവരി 24. പിന്നെ 1950 ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം അല്ലെ. അപ്പൊ 1950 ജനുവരി 24 ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ദേശീയ ഗാനം ആലപിച്ചത്. ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ ദേശീയ ഗാനത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ദേശീയ ഗാനം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്ത്? ദേശീയ ഗീതം. നമുക്കറിയാം നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? ദേശീയ ഗീതം നമ്മുടെ വന്ദേ മാതരം അല്ലെ. വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മുടെ ദേശീയ ഗീതം. അത് രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതം രചിച്ചത്. അപ്പൊ ദേശീയ ഗാനവും ദേശീയ ഗീതവും തമ്മിൽ മാറിപ്പോകാതിരിക്കുക. ദേശീയ ഗാനം ജനഗണമന, അത് രചിച്ചത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറും. ദേശീയ ഗീതം വന്ദേ മാതരം, അത് രചിച്ചത് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി ആ ഒരു ഗീതം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് എടുത്തതെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു നോവലിന്റെ പേര് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മുടെ ദേശീയ ഗീതം. അപ്പൊ നമ്മുടെ ദേശീയ ഗീതം എവിടെ നിന്നാണ് എടുത്തത്? ആനന്ദമഠം എന്ന നോവലിൽ നിന്ന്. അപ്പൊ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മുടെ ദേശീയ ഗീതം. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തുടക്കമിട്ടത് 1888 അപ്പൊ ദേശീയ ഗാനം ആലപിച്ചത് എന്നായിരുന്നു? 1911. 1911 നമ്മുടെ INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് നമ്മുടെ ദേശീയ ഗാനം ആലപിച്ചത്. പക്ഷെ ദേശീയ ഗീതമായ വന്ദേ മാതരോ അതിനു മുൻപ് 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ് നമ്മുടെ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്, അതായത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ വന്ദേ മാതരം എന്ന ഭാഗത്തിലെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമായിട്ട് നമ്മൾ പാടുന്നത്. അപ്പൊ ഇത് രചിച്ച ആൾക്കാരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ തന്നെ പഠിക്കുക. ഇനിയുള്ള നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആദരപൂർവ്വം കാണുന്ന ഒന്നാണ് നമ്മുടെ ഏത്? ദേശീയ പതാക അല്ലെ. നമ്മുടെ ത്രിവർണ പതാക, ദേശീയ പതാകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദരവോടെ കാണുന്ന ഒരു കാര്യം. അത് നോക്കിക്കേ, നമ്മുടെ ദേശീയ പതാകയിൽ മുകൾ ഭാഗത്ത് കുങ്കുമ, മധ്യത്തിൽ വെള്ള, താഴെ പച്ച എന്നിങ്ങനെ 3 നിറങ്ങളുണ്ട്. നമ്മൾ ഫ്ലാഗിനൊക്കെ കളർ കൊടുക്കുമ്പോൾ ചില സമയത്ത് പിള്ളേർക്ക് കൺഫ്യൂഷൻ വന്നവരെ തെറ്റിക്കാറുണ്ട്. മേളിൽ പച്ചയായി പോവും, താഴെ കുങ്കുമമായി പോവും. പക്ഷെ മേളിൽ ശരിക്കും എന്താണ്? കുങ്കുമവും താഴെ പച്ചയും നടുവില് വെള്ളയാണ് നമ്മുടെ ദേശീയ പതാകയുടെ നിറം എന്ന് പറയുന്നത്. വെള്ള നിറത്തിന്റെ നടുവിലായി നാവിക നീല നിറത്തിൽ 24 ആരക്കാലുകളുള്ള അശോക ചക്രമുണ്ട്. നമുക്കറിയാം നമ്മുടെ ദേശീയ പതാക നമ്മൾ വരച്ചിട്ടുള്ളതാണ്. നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന്റെ സമയത്ത് നമ്മൾ കൊടികളെല്ലാം കയ്യിൽ എടുക്കാറുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഫ്ലാഗിന്റെ നടുക്ക് ഒരു 24 ആരക്കാലുകളുള്ള അശോക ചക്രമുണ്ട്. അതിന് നാവിക നീല നിറമാണ്. നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കളി വെങ്കയ്യാണ്. അപ്പൊ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിങ്കളി വെങ്കയ്യ. അപ്പൊ നമ്മുടെ ദേശീയ പതാകയുടെ പ്രത്യേകതകൾ 3 നിറങ്ങളുണ്ട്. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച, നടുവിലെ വെള്ളയ്ക്കകത്തൊരു അശോക ചക്രമുണ്ട്. അതിന് എത്ര കാലുകൾ ഉണ്ടായത്? ആരക്കാലുകൾ ഉള്ളത് 24 എണ്ണമാണ് ഉള്ളത്. ഈ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിങ്കളി വെങ്കയ്യാണ് രൂപകൽപ്പന ചെയ്തത്. ഇനി ഈ ദേശീയ പതാക അംഗീകരിച്ചതെന്ന് പറയുന്നത് 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ പതാകയെ അതായത് ഈ 3 നിറങ്ങളായിട്ട് അംഗീകരിച്ചത് 1947 കേട്ടോ. 1947 ജൂലൈ 22 ഭരണഘടനാ സമിതി നമ്മുടെ ഈ ഒരു ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഈ ഒരു ദേശീയ പതാക കുങ്കുമവും പച്ചയും പിന്നെ അതിന്റെ നടുവിൽ 24 ആരക്കാലുകളുള്ള ഒരു അശോക ചക്രവും ആയിട്ടുള്ള ഈ ഒരു ദേശീയ പതാകയെ അംഗീകരിച്ചത്, ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ പതാകയായിട്ട് അംഗീകരിച്ചത് 1947 ജൂലൈ 22. അപ്പൊ ഈ ദേശീയ പതാക രൂപകൽപ്പന നൽകിയത് ആരാണ്? പിങ്കളി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ദേശീയ മുദ്ര. സാരനാഥി അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിട്ടുള്ളത്.
4 ദിക്കുകളിലേക്ക് നോക്കുന്ന 4 സിംഹങ്ങളും ചുവട്ടിൽ ധർമ്മചക്രവും ചുറ്റിലുമായി ആന, കുതിര, കാള എന്നീ രൂപങ്ങളും ഉണ്ട്. ചുവടെ സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ദേശീയ മുദ്ര, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്നതാണ് സിംഹമുദ്ര എന്ന് പറയും. അപ്പൊ എന്താ, 4 ദിക്കുകളിലേക്ക് നോക്കുന്ന 4 സിംഹങ്ങളുണ്ട്. പിന്നെ ചുവട്ടിലെ സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ, കുതിര, ആന, കാള, ഇതെല്ലാം ആ ഒരു എന്താ ദേശീയ മുദ്രയ്ക്ക് ചുറ്റുമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ന് പറയുന്നത്. ഇത് അശോക ചക്രവർത്തി സ്ഥാപിച്ച ആ ഒരു സ്തൂപത്തിൽ നിന്നാണ് നമ്മൾ ഈ ദേശീയ മുദ്ര സ്വീകരിച്ചിട്ടുള്ളത്. 4 ദിക്കുകളിലേക്ക് നോക്കി നിൽക്കുന്ന 4 സിംഹങ്ങളുണ്ട്. പിന്നെ സത്യമേവ ജയതേ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഈ സത്യമേവ ജയതേ എന്നുള്ളത് എന്താ, മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്ത ഒരു വാക്യമാണ്. ഈ സത്യമേവ ജയതേ എന്നുള്ള ഈ ഒരു വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തത്? ഞാൻ എഴുതിത്തരാം. മൂവാട്ടോ ഇത്. മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തതാണ് നമ്മുടെ സത്യമേവ ജയതേ എന്നുള്ള ഈ ഒരു വാക്യം. മുണ്ടകോപനിഷത്തിൽ നിന്ന്. ഏത് ഉപനിഷത്തിൽ നിന്നാണ് നമ്മുടെ സത്യമേവ ജയതേ എന്നുള്ള വാക്യം എടുത്തിരിക്കുന്നത്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ് നമ്മുടെ സത്യമേവ ജയതേ എന്നുള്ള വാക്യം എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ദേശീയ മുദ്ര. ഇനി നമുക്കറിയാം നമ്മുടെ ദേശീയ വൃക്ഷം ഏതാണ്? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ പേരാലാണ് ദേശീയ വൃക്ഷം. ദേശീയ മൃഗം നമ്മുടെ കടുവ, ദേശീയ പക്ഷി മയിൽ, ദേശീയ പുഷ്പം താമര. നമ്മൾ ദേശീയ പതാക കണ്ടു, ദേശീയ ഗാനം കണ്ടു, ദേശീയ ഗീതം കണ്ടു, ദേശീയ മുദ്ര കണ്ടു. ഇനി ദേശീയ വൃക്ഷം പേരാല്, ദേശീയ മൃഗം കടുവ, ദേശീയ പക്ഷി മയില്, ദേശീയ പുഷ്പം എന്ന് പറയുന്നത് നമ്മുടെ താമര. ഇനി ദേശീയ ഫലം ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ മാങ്ങയാണ് ദേശീയ ഫലം എന്ന് പറയുന്നത്. ഇനി ദേശീയ വിനോദമാണെങ്കിലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഏതാണ് നമ്മുടെ ദേശീയ വിനോദം എന്ന് പറയുന്നത്? ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ വിനോദം. ഇനി നമ്മുടെ ദേശീയ നദിയാണെങ്കിലോ? ദേശീയ നദി നമ്മുടെ ഗംഗ. ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിക്കുന്ന വർഷം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗംഗയെ ദേശീയ നദിയായിട്ട് അംഗീകരിച്ച വർഷം എന്ന് പറയുന്നത് 2008 ഈ 2008 ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ ഗ്രഹങ്ങളെ പറ്റി പഠിക്കുമല്ലോ, നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങള്. അതിൽ നമ്മുടെ ഒരു കുഞ്ഞൻ പ്ലൂട്ടോ ഉണ്ടായിരുന്നു. പ്ലൂട്ടോ പുറത്താക്കപ്പെട്ടത് ഈ 2008 തന്നെയാണ്. അപ്പൊ ഈ ഗംഗാ നദി ദേശീയ നദിയായിട്ട് അംഗീകരിച്ച 2008. അതുപോലെ തന്നെ നമ്മുടെ പ്ലൂട്ടോ, അത് ആ ഗ്രഹങ്ങളുടെ ഇത് വരുമ്പോ പറയാം. പ്ലൂട്ടോ പുറത്താക്കപ്പെട്ടത് ഈ 2008. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ദേശീയ ഫലം മാങ്ങയാണ്, ദേശീയ വിനോദം ഹോക്കി, ദേശീയ നദി ഗംഗ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങള്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്, 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട്. നമ്മുടെ പിന്നെ പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങളെ കുറിച്ചുണ്ട്. അപ്പൊ ഞാനത് ഒന്നുകൂടെ എടുത്തിട്ടിട്ടുണ്ട്, നോക്കാം. ദേശീയ ചിഹ്നങ്ങള് ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. നോക്കി, നമ്മുടെ നാണയ വ്യവസ്ഥ, നമ്മൾ ഇന്ത്യയുടെ ദേശീയ നാണയം എന്ന് പറയുന്നത് നമ്മുടെ രൂപയാണ്. അത് ആ ഒരു സിമ്പലും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വിതരണ അവകാശം ഭാരതീയ റിസർവ് ബാങ്കിനാണ്. അപ്പൊ നമ്മുടെ നാണയ വ്യവസ്ഥ എന്ന് പറയുന്നത് രൂപയാണ്. ഇനി ദേശീയ പക്ഷി എന്ന് പറയുന്നത് ഏതാണ്? മയില്. നമുക്കറിയാം മയില് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അപ്പൊ ഞാനത് എടുത്ത് വായിക്കുന്നില്ല. നമ്മുടെ ദേശീയ പക്ഷി മയില്. ഇനി ദേശീയ നദി എന്ന് പറയുന്നത് ഏതാണ്? ഗംഗയാണ് നമ്മുടെ ദേശീയ നദി. ഇവിടെ ആ ഗംഗയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹിമാലയത്തിലെ ഗംഗോത്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ അത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഇനി ദേശീയ ജലജീവി, അത് അവിടെ പറയാൻ വിട്ടുപോയി. ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഏതാണ്? ഗംഗ ഡോൾഫിൻ ആണ് നമ്മുടെ ദേശീയ ജലജീവി. അത് 2010 ദേശീയ ജലജീവിയായിട്ട് ഗംഗ ഡോൾഫിനെ അംഗീകരിച്ചത്. ഇനി ദേശീയ വിനോദം നമ്മുടെ ഹോക്കിയാണ് നമ്മുടെ ദേശീയ വിനോദം. ഇന്ത്യയുടെ മികച്ച ഹോക്കി താരമായ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ആഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി നാം ആചരിക്കും. നമുക്കറിയാം ദേശീയ കായിക ദിനം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഡേറ്റ് ആണ് ആഗസ്റ്റ് 29. ആരുടെ ജന്മദിനമാണ്? അത് മികച്ച ഹോക്കി താരമായ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 നമ്മൾ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ നമ്മുടെ ദേശീയ വിനോദം എന്ന് പറയുന്നത് ഹോക്കിയാണ്. ഇനി ദേശീയ പുഷ്പം താമര, ദേശീയ വൃക്ഷം നമ്മുടെ ആൽമരം, ദേശീയ മൃഗം നമ്മുടെ കടുവ, ദേശീയ ഫലം മാങ്ങ. പിന്നെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുമ്പോൾ അത് ആന. പക്ഷെ നമ്മുടെ ദേശീയ മൃഗം ഔദ്യോഗികമായിട്ടിരിക്കുന്ന കടുവ. പൈതൃക മൃഗം എന്ന് എടുത്തു പറയുകയാണെങ്കിൽ അത്
ആനയാണ്. പിന്നെ ശകവർഷം നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക സിവിൽ കലണ്ടറാണ് ഏത്? ശകവർഷം. പിന്നെ ഭാരത സർക്കാരിന്റെ കലണ്ടർ പരിഷ്കരണ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ശകവർഷ കലണ്ടർ അംഗീകരിച്ചത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെല്ലാം. ഇനി ഞാൻ നിങ്ങളെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. നമ്മൾ പറഞ്ഞായിരുന്നു 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഒന്നാമത്തേത് ലഡാക്ക്, പിന്നെ നമ്മുടെ ജമ്മു കാശ്മീർ, ന്യൂഡൽഹി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹാവേലി, ദാമൻ ദിയു. അത് നേരത്തെ 2 ആയിരുന്നു, പക്ഷെ അതിനെ ഒരുമിച്ചാക്കി. രണ്ട് കേന്ദ്രഭരണ പ്രദേശമായിട്ട് തന്നെയായിരുന്നു ഏത്? ദാദ്ര നഗർ ഹാവേലിയും പിന്നെ ദാമൻ ദിയും. ഇത് രണ്ടും 2ആയിരുന്നു, പക്ഷെ അതിനെ 2നെ ഒരുമിച്ചാക്കി. 2020 അത് ഒരുമിച്ചാക്കിയത്. പിന്നെ നമ്മുടെ പുതുച്ചേരി, നമ്മുടെ പോണ്ടിച്ചേരി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പുതുച്ചേരി. അങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. അപ്പൊ ജസ്റ്റ് അതിന്റെ ഓരോന്നിന്റെ തലസ്ഥാനങ്ങളും അതിന്റെ പ്രത്യേകതകളും ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേരുകൾ ഓർത്തിരിക്കുക. ചിലപ്പം ഓപ്ഷനിൽ സംസ്ഥാനങ്ങളുടെ ഇപ്പൊ ഒരു 3 സംസ്ഥാനങ്ങളുടെ പേരും ഏതെങ്കിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പേരും തന്നിട്ട് ഇതിന് കേന്ദ്രഭരണ പ്രദേശം ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് സംസ്ഥാനത്തിന് ഗണത്തിൽപ്പെടുന്നത്, അങ്ങനെ ചോദിക്കാം. അപ്പൊ അത് ഓർത്തിരിക്കുക. ലഡാക്ക്, ജമ്മു കാശ്മീർ, ന്യൂഡൽഹി. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഡൽഹി. അതൊരു കേന്ദ്രഭരണ പ്രദേശത്തിൽ പെടുന്നതാണ്. പിന്നെ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹാവേലിയും ദാമൻ ദിയുവും പിന്നെ നമ്മുടെ പുതുച്ചേരി. ഇതാണ് നമ്മുടെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഞാൻ ഈ നോട്ട് അതേപടി ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ, നിങ്ങളത് വായിച്ചു പോകുക അതിന്റെ പ്രത്യേകതകളെല്ലാം. ഇനി അടുത്ത വരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും. ജസ്റ്റ് ഞാൻ ഓരോ 28 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ മാത്രമേ എഴുതി പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. കലാരൂപങ്ങളായിക്കോട്ടെ, ഭാഷ ആയിക്കോട്ടെ, പിന്നെ അത് അറിയപ്പെടുന്ന പേരുകളായിക്കോട്ടെ, അതിനെല്ലാം പ്രത്യേകതകളുണ്ട്. അതെല്ലാം ഷോർട്ട് നോട്ടായിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. നിങ്ങളത് സമയം പോലെ തന്നെ വായിക്കുക, പിന്നെ പഠിച്ചും പോവുക. ഓക്കെ, ഇവിടെ 28 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെത് അമരാവതി, തെലുങ്കാന ഹൈദരാബാദ്, മണിപ്പൂരിന്റെ ആണെങ്കിൽ ഇംഫാൽ. അത് ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മണിപ്പൂരിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? അതിന്റെ ഓപ്ഷൻ്റെ ഇറ്റാനഗർ ഉണ്ടായിരുന്നു, ഇംഫാൽ ഉണ്ടായിരുന്നു, പിന്നെ പാറ്റ്ന ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അതില് ഉത്തരമായിട്ട് വരുന്നതാണ് ഇംഫാൽ ആണ് നമ്മുടെ മണിപ്പൂരിന്റെ തലസ്ഥാനം. പിന്നെ അരുണാചൽ പ്രദേശിന്റേത് ഇറ്റാനഗർ, നാഗാലാൻഡിന്റെ കൊഹിമ, ആസാം ദിസ്പൂർ, ത്രിപുര അഗർത്തല, ബീഹാറിൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞ പാറ്റ്ന, ഛത്തീസ്ഗഡിന്റെ ആണെങ്കിൽ റായ്പൂർ, ഇപ്പൊ ന്യൂ റായ്പൂർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ റായ്പൂർ എന്നാണെങ്കിലും അത് ഛത്തീസ്ഗഡിന്റെയാണ്. മിസോറാമിന്റെ ആണെങ്കിൽ ഐസ്വാൾ, ഗോവ പനാജി, ഗുജറാത്തിൻ്റെത് ഗാന്ധിനഗർ, അത് നമ്മൾ ആദ്യം കണ്ടായിരുന്നല്ലോ, ഗുജറാത്തിന്റെ ഗാന്ധിനഗർ, സിക്കിം ഗാങ്ടോക്ക്, പിന്നെ ഹരിയാനയുടേത് ചണ്ഡീഗഡ്, മേഘാലയയുടേത് ഷില്ലോങ്, ഹിമാചൽ പ്രദേശ് ഷിംല, കർണാടകയത് ബംഗളൂരു, ജാർഖണ്ഡ് റാഞ്ചി, മധ്യപ്രദേശ് ഭോപ്പാൽ, മഹാരാഷ്ട്ര മുംബൈ, ഒഡീഷയുടേത് ഭുവനേശ്വർ, പഞ്ചാബിന്റെ ചണ്ഡീഗഡ്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം സെയിം ആണ്. ഇത് പഞ്ചാബിൻ്റെത് ചണ്ഡീഗഡ് ആണ്, ഹരിയാനയുടേതും ചണ്ഡീഗഡ് ആണ്. അപ്പൊ ഇത് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി രാജസ്ഥാന്റേത് ജയ്പൂർ, തമിഴ്നാടിൻ്റെത് നമ്മൾ പറഞ്ഞായിരുന്നു ചെന്നൈ ആണ്, ഉത്തർപ്രദേശിൻ്റെത് ലക്നൗ, ഉത്തരാഖണ്ഡിന്റെ ഡെറാഡൂൺ, പശ്ചിമ ബംഗാൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെത് കൊൽക്കത്ത, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെത് തിരുവനന്തപുരം. അങ്ങനെ ഇതാണ് നമ്മുടെ 28 സംസ്ഥാനങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളും. പിന്നെ നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെതും പിന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിന്റെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 2 തലസ്ഥാനങ്ങളുണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംസ്ഥാനത്തിൻ്റെതിനും 2 തലസ്ഥാനങ്ങൾ വരുന്നതായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ തലസ്ഥാനങ്ങളേ ഉള്ളൂ. ശൈത്യകാലത്തും വേനൽക്കാലത്തും 2 തലസ്ഥാനങ്ങൾ വീതം വരുന്ന ഒരു സംസ്ഥാനം കൂടെ ഉണ്ട്. പിന്നെ അത് ജമ്മു കാശ്മീരിന്റെയാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇതാണ് നമ്മുടെ 28 സംസ്ഥാനങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളും. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത് നമ്മുടെ ദേശീയ ചിഹ്നങ്ങളും ദേശീയ ഗാനം അത് എഴുതിയത്, ദേശീയ ഗീതം എഴുതിയത്, ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്, പിന്നെ നമ്മുടെ ദേശീയ വൃക്ഷം, ദേശീയ മുദ്ര, ദേശീയ വിനോദം, ദേശീയ ഫലം, ദേശീയ മൃഗം, അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. കൂടിപ്പോയി ഈ ചാപ്റ്ററിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസേ കാണുള്ളൂ, പക്ഷെ
ആ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്റർ നമുക്ക് സോഷ്യലുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. സയൻസുകാർക്ക് പിന്നെ അധികം വരുന്നില്ല, 1-2 ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പം എന്താണ്, ഓരോ സംസ്ഥാനങ്ങളും അതിന്റെ തലസ്ഥാനങ്ങൾ പരമാവധി ഓർത്തിരിക്കാൻ നോക്കുക. ഇനി ദേശീയ ചിഹ്നങ്ങൾ അത് വിട്ടു പോകരുത്, അത് എല്ലാവരും പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ദേശീയ ചിഹ്നങ്ങൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഓരോ ചില സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് ടി ആകൃതിയിലുള്ള സംസ്ഥാനം ഏത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത്, അങ്ങനെ ഓരോന്നിനും അങ്ങനെ ഇന്ത്യയുടെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ള പേരുകൾ വെച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പേരുകൾ പഠിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയിലൂടെ എന്നുള്ള ചാപ്റ്റർ. ഈ PDF ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. ഇത്രയാണ് നമ്മൾ ഇന്ത്യയിലൂടെ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഞാൻ ഇതിന്റെ ആ നോട്ടുകൾ, സംസ്ഥാനങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളും നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളും പിന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകളും പിന്നെ നമ്മുടെ അതിന്റെ നൃത്തരൂപങ്ങളും ഭാഷകളും എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. കലാരൂപങ്ങളും ഭാഷകളും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതും എല്ലാം ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. നിങ്ങൾ ടെക്സ്റ്റും പരമാവധി PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ടെക്സ്റ്റിനെ ഞാൻ ഒന്നുകൂടെ ഇട്ട് തരാം. ഈ ടെക്സ്റ്റും പരമാവധി നിങ്ങൾ വായിച്ചു പോകണം. അതിൻ്റെ അകത്ത് ഈ കൂടുതലായിട്ടും ഈ ജസ്റ്റ് എന്താ നമ്മുടെ സൈഡിലൂടെയുള്ള ബോക്സിന്റെ അത് കാണുന്നതായിരിക്കും കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതൊന്നും വിട്ട് കളയാതെ തന്നെ വായിക്കാം. അതുമാതിരി കുറെ കഥകളായിട്ട് കിടക്കുന്ന കാര്യങ്ങളൊന്നും വായിക്കേണ്ട, പക്ഷെ ചെറിയ ഷോർട്ട് ബോക്സുകളായിട്ട് കിടക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിട്ട് കളയാതെ തന്നെ വായിച്ചു പോവുക. പിന്നെ നോട്ട് ഇടുന്നത് അന്നും തന്നെ നിങ്ങളുടേതായ രീതിയിൽ, അത് ഞാൻ എന്നും പറയുന്നതാണ്, നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഇത് കുറിച്ച് കുറിച്ച് എഴുതി പോവുക. എന്താ ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇതിൽ മനസ്സിലാവാതെ പോവോ, സ്പീഡായിട്ട് പോവോ, എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ എടുത്തു പറയാനൊന്നും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ഓക്കെ ആണോ? ഹലോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പഠിച്ചിട്ട് സുഖമായിട്ട് പോയി കിടന്നുറങ്ങിക്കോട്ടോ. പഠിച്ചിട്ടേ കിടക്കാവുള്ളേ. ആണോ? ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.